നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. വേലൂർ തയ്യൂർ മയിലാടിക്കുന്നിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. വേലൂർ പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് മയിലാടിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന കുന്നത്തുപുരയ്ക്കൽ നഗറിൽ 40 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പ്രദേശത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി 45 ലക്ഷം രൂപ ചിലവഴിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് പഞ്ചായത്ത് മണ്ണെടുക്കാൻ അനുമതി നൽകിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് 940 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുവാൻ അനുമതി നൽകിയതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ജിയോളജി വകുപ്പിന്റെ അനുകൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് അനുമതി നൽകിയത്. നിലവിൽ അനുവദിച്ച അളവിൽ മണ്ണ് നീക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും പെർമിറ്റ് കാലാവധി അവസാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രസിഡന്റ് TR ശോഭിയുടെ നിർദ്ദേശപ്രകാരം മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ സെക്രട്ടറി ഉത്തരവ് നൽകിയത്. ഈ സ്ഥലത്ത് വീട് നിർമ്മാണം നടത്തിയില്ലെങ്കിൽ സ്ഥലമുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. തയ്യൂർ മയിലാടിക്കുന്നിൽ വ്യാപകമായി നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ ദീപപ്രതിരോധം തീർത്ത് ചിരാതുകൾ തെളിയിച്ച് പ്രകാശ സംരക്ഷിത വലയം തീർത്താണ് മണ്ണെടുപ്പ് മേഖലയിൽ പ്രതിരോധം തീർത്തത്. ഇവിടെ നമുക്ക് ആരോടും പ്രതികാരമോ ഒരാളോടും മറ്റൊരു വൈരാഗ്യമോ ഇല്ല. നമുക്കിവിടെ ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ അവകാശ സമരത്തെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു രീതിയിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് അതിന് യാതൊരു മടിയുമില്ല. ഞങ്ങൾ ഏതറ്റം വരെ പോവാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PN അനിൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മയിലാടിക്കുന്നിലെ ചെരുവുകളിൽ വ്യാജ വീട് പെർമിറ്റുകളുടെ രീതിയിലാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടത്താൻ ശ്രമിച്ചതെന്ന് യോഗത്തിൽ ആരോപിച്ചു. മണ്ണെടുപ്പ് മൂലം വീടുകൾ നഷ്ടപ്പെടുകയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും നീരുറവകൾ വറ്റുകയും ചെയ്യുന്ന പ്രദേശമാണിത്. കൂടാതെ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയും കൂടുതലാണ്. മണ്ണെടുപ്പിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾ ചിരാതുകൾ തെളിയിച്ച് സംരക്ഷിത പ്രകാശവലയം തീർത്ത മണ്ണെടുപ്പ് നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടഞ്ഞു. ജനകീയ പ്രതിരോധ സമിതി കൺവീനർ ജയൻ കുന്നത്തുപുര അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുകുമാരൻ മാസ്റ്റർ, മുൻ പഞ്ചായത്ത് അംഗം LC ഔസേബ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അൻസാർ തയ്യൂർ, കോൺഗ്രസ് വാർഡ് വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ തയ്യൂർ, സുരേഷ് തയ്യൂർ, അജീഷ്, യേശുദാസ്, ഉദയൻ കുന്നത്തുപുര എന്നിവർ സംസാരിച്ചു. 2 മാസത്തിനുള്ളിൽ അടുത്ത മഴയ്ക്ക് മുൻപിൽ ഇവിടെ റീറ്റെയിൻ വാൾ ഇതിന് ഉടമസ്ഥൻ ഇവിടെ തയ്യാറാക്കാത്ത പക്ഷം പഞ്ചായത്തിന് മുൻപിലേക്കായിരിക്കും അടുത്ത സമരം എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് CPMന്റെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാർക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങളിലും അഴിമതി ആരോപണത്തിലും പ്രതിഷേധിച്ച് ധർണ സംഘടിപ്പിച്ചു. 17ാം വാർഡ് വായനശാല പരിസരത്ത് നടത്തിയ ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് TP ദേവസി അധ്യക്ഷത വഹിച്ചു. PS സുനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ MC ഐജു, TK ദേവസി, അജു നെല്ലുവായ്, K ഗോവിന്ദൻകുട്ടി, അനിത വിൻസെന്റ്, ഫ്രിജോ വടക്കൂട്ട്, MA ഉസ്മാൻ, മീന ശലമോൻ, PM യൂസഫ്, റീന വർഗീസ്, റിജി ജോർജ്, സതി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. CPMന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണമുന്നണിയുടെ അഴിമതിയെ തുറന്നു കാണിക്കുന്ന സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിൽ നിരവധിയായി നടത്തുകയുണ്ടായി. അതിന്റെയൊക്കെ പ്രതികാര ബുദ്ധി എന്നോളം കോൺഗ്രസിന്റെ മെമ്പർമാരെ അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ നടത്തി പൊതുമധ്യത്തിൽ അവർക്കെതിരെ ആരോപണ രീതിയിലുള്ള പോസ്റ്ററുകളും മറ്റും പതിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന ഊർജം നിർവീര്യമാക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇവിടുത്തെ CPMന്റെ നേതൃത്വം മുന്നോട്ട് വന്നപ്പോൾ അവർക്കൊരു താക്കീത് എന്ന നിലക്ക് മാത്രമാണ് ഇന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പ്രതിഷേധ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.
കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ അടുക്കളത്തോട്ടം പച്ചക്കറിക്കും മാർക്കറ്റ് ഗാർഡൻ പച്ചക്കറി നടത്തുന്നതിനും ആവശ്യമായ പച്ചക്കറി തൈകൾ സൌജന്യമായി വിതരണം ആരംഭിച്ചു. പച്ചമുളക്, വെണ്ട, പയർ, വഴുതന, തക്കാളി എന്നിവയുടെ ഹൈബ്രിഡ് തൈകളാണ് വിതരണം ചെയ്യുന്നത്. കുറഞ്ഞ സ്ഥലമുള്ള കർഷകർക്ക് അടുക്കളത്തോട്ടം പദ്ധതിയിലും കൂടുതൽ കൃഷി ചെയ്യാൻ സൌകര്യമുള്ളവർക്ക് മാർക്കറ്റിംഗ് കൃഷിരീതി പദ്ധതികളിലും ഉൾപ്പെടുത്തിയാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത്. കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ, കൃഷിക്കൂട്ടങ്ങൾ എന്നിവർ നികുതി അടച്ച രസീതുമായി കൃഷിഭവനിൽ എത്തി തൈകൾ വാങ്ങാവുന്നതാണ്. കുന്നംകുളം കൃഷിഭവനിൽ നടത്തിയ വിതരണ ഉദ്ഘാടനം കൃഷിഭവൻ ഓഫീസർ ജയൻ നിർവഹിച്ചു. അഗ്രികൾച്ചർ കൃഷി അസിസ്റ്റന്റ് സ്നേഹ വി ജോസ്, കൃഷിഭവൻ ജീവനക്കാരി സ്വപ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷങ്ങളിൽ ജനകീയാസൂത്രണ പദ്ധതികളിലൂടെയും ഡിപ്പാർട്ട്മെന്റ് പദ്ധതികളിലൂടെയും കൂടുതൽ പച്ചക്കറി തൈകൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി എല്ലാ ആഴ്ചയിലും നടക്കുന്ന ബുധനാഴ്ച ചന്തകളിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ പ്രദേശത്തു നിന്ന് തന്നെയാണ് ശേഖരിക്കുന്നത്. ഇത്തരത്തിലുള്ള കർഷകരെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനും അവർക്ക് വിപണിയെ ലക്ഷ്യമാക്കി കൃഷി ചെയ്യുവാൻ പാകപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് കൃഷിഭവൻ ഓഫീസർ എസ് ജയൻ പറഞ്ഞു. നമുക്ക് രണ്ട് തരത്തിലാണ് കൃഷി ചെയ്യുന്നത്. ഒന്ന് അടുക്കളത്തോട്ടം എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട്, ഒന്ന് വിപണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൃഷി രീതിയുമുണ്ട്. അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ പച്ചക്കറികൾ വീട്ടാവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് മാർക്കറ്റിംഗ് കൃഷി രീതി എന്ന് പറയുമ്പോൾ നമുക്ക് വിപണി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു കൃഷി രീതി അവലംബിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കർഷകർക്കും ആവശ്യമായിട്ടുള്ള തൈകളാണെന്ന് സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ചന്ത പ്രവർത്തിക്കുന്നുണ്ട്. ഈ ചന്തയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ പ്രദേശത്തു നിന്നും കർഷകർ കൂടുതലായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിപണിയിലേക്ക് വേണ്ടി എന്നുള്ള ഒരു ആശയത്തിൻ്റെ മുന്നോടിയായിട്ട് ഇതേപോലെയുള്ള കൃഷിരീതി അവലംബിക്കുമ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് തന്നെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്ക് വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റമദാൻ മാസത്തോടനുബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാന്റെ സ്നേഹോപഹാരം കുന്നംകുളം ഏരിയയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കായി എത്തിച്ചു നൽകി. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ നേതാക്കൾ മാതൃകയായി. ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണിയുടെ നേതൃത്വത്തിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, പ്രശസ്ത എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ, കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, ബി കെ ഹരിനാരായണൻ, നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ എന്നിവരുടെ വീടുകളിലാണ് റമദാൻ സ്നേഹോപഹാരം എത്തിച്ചു നൽകിയത്. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷഹീദ് പാലിയത്ത്, എം എച്ച് റഫീഖ്, എം എ കമറുദ്ദീൻ, ആർ എം സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. വ്രതമനുഷ്ഠിക്കുന്ന മുഴുവൻ ഇസ്ലാം മത വിശ്വാസികൾക്കും ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ആശംസകൾ നേർന്നു. ചരമം. കോട്ടപ്പടി പരേതനായ മുട്ടത്ത് ലാസർ ഭാര്യ റോസിലി ടീച്ചർ നിര്യാതയായി. 84 വയസ്സായിരുന്നു. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിലെ അധ്യാപികയായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. സിസ്റ്റർ സാന്നിധ്യ, ആൻസി, ജോജോ മുട്ടത്ത്, ബിജു മുട്ടത്ത്, രജു മുട്ടത്ത്, അഡ്വക്കേറ്റ് സിജു എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.